ഇന്ന് മീൻകറി വെക്കുന്നത് മാത്രമേ ഞാൻ വീഡിയോ എടുക്കുന്നുള്ളൂ. ബാക്കിയൊന്നും എടുക്കുന്നില്ല. എന്നും ചോറും തോരനും മീൻകറിയും എല്ലാം കൂടെ വേണ്ടെന്ന് വിചാരിച്ച് ഇന്ന് ഞാനതുകൊണ്ട് ചട്ടി അടുപ്പി വെച്ച് ഉലുവയിട്ട് ബ്രൗൺ നിറം ആവുന്നത് വരെ വറുത്തിട്ട് നല്ല വലിയൊരു സവാള കുത്തി എരിഞ്ഞ് ഇതിനകത്തിട്ട് ഇത് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ ഇടയിൽ ഇച്ചിരി തേങ്ങ തിരുവി മഞ്ഞപ്പൊടിയും മുളക് പൊടി ഇത്തിരി തോനെയിട്ട്, കാരണം നമ്മൾ മുളക് കറിയല്ല എന്നാൽ പച്ചക്കറി അല്ലാത്ത രീതിയിൽ മുളക് പൊടി തോനെയിട്ട്, മല്ലിപ്പൊടി ഉപയോഗിക്കുന്നവരാണെങ്കിൽ അതും ഇട്ടിട്ട് നല്ല ഫൈനായിട്ട് 2 കുഞ്ഞുള്ളിയും കൂടി ഇട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. അപ്പോഴത്തേന് ഈ ഉള്ളി നല്ലോണം ഇച്ചിരി ഉപ്പ് പൊടിയും കൂടെയൊക്കെ ഇട്ട് വഴട്ടിയെടുക്കണം. വഴട്ടിയല്ല, ബ്രൗൺ നിറം ആവുന്നത് വരെ നമ്മൾ മൂപ്പിച്ചെടുക്കണത്. അതിൻ്റെ കൂടെ കരിവേപ്പില ഇട്ട് മൂപ്പിച്ചെടുക്കണം. മൂത്ത് നല്ല സെറ്റായി വന്നതിന് ശേഷമേ നമ്മൾ ഈ തേങ്ങ അരച്ചത് ഇതിനകത്ത് ചേർത്ത് കൊടുക്കണം. തേങ്ങ അരച്ചത് ഇതിനകത്തിട്ട് ഇച്ചിരി മടിയൊന്നും വിചാരിക്കാതെ അങ്ങനെ ചെയ്യണം. കാരണം എങ്കിൽ നല്ല കറി കിട്ടും, നമുക്ക് നല്ല ടേസ്റ്റുള്ള കറി കിട്ടും. മീൻ ഇച്ചിരി ഒരുമാതിരി വല്ലാതെ ആയിപ്പോയ മീനൊക്കെ ആണെങ്കിലും നല്ല രുചിയായിരിക്കും കൂട്ടാൻ. ഇങ്ങനെ വെച്ചിരുന്നാലും പന്നലായി പോകത്തൊന്നുമില്ല. ഇങ്ങനെ ഇട്ട് നമ്മളിലെ മൂത്ത തേങ്ങയുണ്ടല്ലോ, മൂത്ത തേങ്ങയുടെ പരുവത്തിന് ഇച്ചിരി എണ്ണ എല്ലാം അതിൽ നിന്ന് ഇറങ്ങുന്നത് വരെ ഇങ്ങനെ വറ്റിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ പുളിയൊക്കെ വേറെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കണം. അല്ലെങ്കിൽ പെണംപുളി ഇടുന്നവരായ അങ്ങനെ ആയാലും കുഴപ്പമില്ല, ആവശ്യത്തിനുള്ള പുളി ഇട്ടാൽ മതി. എന്നിട്ട് നല്ല ഇച്ചിരി മുരിഞ്ഞ് വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് വെള്ളമൊക്കെ ചേർത്ത് പുളിയും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നല്ല തിള വരണം. തിള വന്ന് നെയ്യ് തെളിഞ്ഞ് വരണം, തിളച്ച്. എന്നിട്ടേ മീനിട്ട് കൊടുക്കാവുള്ളൂ കേട്ടോ. അതിൻ്റെ പുളിയും വെള്ളമെല്ലാം ഞാൻ ചേർത്ത് തിളപ്പിക്കുകയാണ്. ഇന്ന് പിന്നെ ഞാൻ അതിൻ്റെ കൂടെ ഒരു ചീരത്തോരനും ഇച്ചിരി ചീര ഉണ്ടായിരുന്നു, അത് പിച്ചി തോരനും പിന്നെ മീൻ വറുത്തതും മാത്രമേ ഉള്ളൂ. ഇന്ന് സ്പെഷ്യലായിട്ട് അങ്ങനെ വേറെ കറികളൊന്നുമില്ല. എന്നിട്ട് കൊഴിയാളയായിരുന്നു, അത് നല്ലോണം കണ്ടിച്ച് തൊലിയൊക്കെ ഉരിച്ച് മുറിച്ച് ഇതിനകത്തിട്ട് നല്ല തിളയ്ക്കണം. പിന്നെ ഞാൻ ഇച്ചിരി കപ്പയ്ക്ക അലുവ വീണ്ടും ഉണ്ടാക്കി കേട്ടോ. കാരണം ഇവിടെ അത് തികയാതെ പോയി. പിന്നെ അത്രയേ ഉള്ളൂ, വേറെയൊന്നുമില്ല. ഇന്ന് ഞാൻ ചോറ് കഴിക്കുന്നതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ഞാൻ കടയിൽ വന്നപ്പോഴത്തേന് എൻ്റെ ഭർത്താവ് കണ്ടോ കപ്പയ്ക്ക് അലുവ എത്ര ഫേമസാണെന്ന്. നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ.